ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തേത് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ ചെറുപയറും സാഗോ സീഡും കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു കിടിലം പായസമാണ് കേട്ടോ. അപ്പോൾ ഈ മഴയൊക്കെ ഉള്ള ടൈമല്ലേ, അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. അതിന് മുന്നേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള പായസം എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ പായസം കുക്കറിലാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം നമുക്ക് 1 കപ്പ് ചെറുപയർ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് ചെറുപയറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ നിങ്ങൾ വറുത്തെടുക്കുമ്പോൾ നമ്മുടെ പയറിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് ഒരു മണം വന്ന് തുടങ്ങില്ലേ, ആ ഒരു ടൈം വരെ ഇതൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ അതാണ്ട് നമ്മളിതൊന്ന് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് വറുത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മളിങ്ങനെ വറുത്തൊരു 1/4 ഭാഗത്തോളം ഒന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്ന ആ ഒരു ടൈമിൽ നമ്മളിതിലേക്ക് സാഗോ സീഡ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതാണ്ട് ഈ ഒരു പരുവം കുറച്ച് കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ നമുക്കിതിലേക്കൊരു 1/4 കപ്പ് സാഗോ സീഡ് ചേർത്ത് കൊടുക്കാം. ഈ 1/4 കപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 കപ്പ് എടുത്താലും പ്രോബ്ലം ഒന്നും ഇല്ല കേട്ടോ. കുറച്ചുകൂടി നമ്മുടെ സാഗോ സീഡ് നമ്മുടെ പായസത്തിൽ കാണാനായിട്ട് കിട്ടും. ഇനി ഇത് രണ്ടും കൂടി ഒന്നുകൂടി നന്നായിട്ട് വറുത്തെടുക്കാം. ഇപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് വറുത്ത് കളറൊക്കെ ഒന്ന് ചേഞ്ചായി സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ ടൈമിൽ നിങ്ങൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലിട്ട് ഒരു 2 മിനിറ്റ് കൂടി നമ്മുടെ ഈ പയറും സാഗോ സീഡും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം നിങ്ങൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഒരു ടൈമിൽ നമ്മുടെ സാഗോ സീഡും പയറും ഒന്ന് കുതിർന്നിട്ട് ഒന്ന് പൊങ്ങി വരാനായിട്ട് തുടങ്ങും. അപ്പോൾ അതാണ്ട് നമുക്കിതൊന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം. ഫ്ലെയിം ഓഫാക്കിയിട്ട് വേണം കേട്ടോ റെസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. ഈ ഒരു ടൈമിൽ നമുക്ക് ഇതിലേക്കുള്ള ശർക്കര പാനിയാക്കി എടുക്കാം. ഞാനിപ്പോൾ 1/2 കിലോ 250 ml കപ്പിന് 1/2 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. 500 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ശർക്കര നന്നായിട്ട് അലിഞ്ഞൊക്കെ കിട്ടുന്ന ആ ഒരു ടൈമിൽ നമ്മളിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ. ശർക്കര അരിക്കാൻ നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, ഇതിൽ അഴുക്കൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ ആക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ടൈമിൽ നമ്മുടെ 10 മിനിറ്റിന് ശേഷം നമ്മുടെ പയർ തുറന്ന് നോക്കുമ്പോൾ ദാണ്ട് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1.5 കപ്പ് കൂടി വെള്ളം ചേർത്ത് കൊടുക്കണം. ആ ഒരു ടൈമിൽ നിങ്ങൾ ചേർക്കുന്ന വെള്ളം ചൂടുവെള്ളം വേണമെന്നില്ല കേട്ടോ, നോർമൽ പച്ചവെള്ളം തന്നെ ചേർത്താൽ മതിയാകും. എന്നിട്ട് അടച്ച് വെച്ചിട്ട് കുക്കർ അടച്ച് ഒരു 3 ഫിസിൽ കേൾപ്പിച്ചെടുക്കുക. 1 ഹൈ ഫ്ലെയിമിൽ വെച്ചും 2 മീഡിയം ഫ്ലെയിമിൽ വെച്ചും കേൾപ്പിച്ചെടുക്കുക. അതൊക്കെ നിങ്ങളുടെ കുക്കറിൻ്റെ ഓരോരുത്തരുടെയും കയ്യിലുള്ള കുക്കറിൻ്റെ അളവ് കണക്കൊക്കെ മാറിയും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയെന്നിരിക്കും. എങ്കിലും ഒരു 3 ഫിസിൽ അതിനോടൊപ്പം അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഏത് പായസം വെക്കുമ്പോഴും ഉപ്പ് ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ച് ഒന്ന് ഫിസിലാക്കി എടുക്കുക. ഇപ്പോൾ ദാണ്ട് 3 ഫിസിലിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ പയറും സാഗോ സീഡും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമ്മുടെ സാഗോ സീഡൊക്കെ നന്നായിട്ട് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ, അത് നമ്മൾ അരിച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിപ്പോൾ 1.5 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 1-ാം പാലോ 2-ാം പാലോ ഒന്നുമല്ല, നമ്മൾ ഒരുമിച്ചുള്ള 1.5 കപ്പ് പാലാണ്. മൊത്തത്തിൽ 1.5 കപ്പ് പാൽ, അങ്ങനെ 2 പാലായിട്ട് എടുക്കണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ ശർക്കര പാനിയും ഇതൊക്കെ ഒന്ന് മിക്സാക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ടോട്ടൽ 1.5 കപ്പ്, മൊത്തത്തിൽ 1-ാം പാൽ 2-ാം പാൽ അങ്ങനെയല്ല, മൊത്തത്തിൽ 1.5 കപ്പ് പാലുണ്ട്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ മിക്സ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ മഴ ടൈമിലൊക്കെ നിങ്ങൾക്ക് മഴയും കണ്ടൊക്കെ ഇട്ടുന്ന് കുടിക്കാനായിട്ട് അടിപൊളിയാണ്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. അതിനുശേഷം വേറെ മറ്റ് പരിപാടികളൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് ഞാനൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾ മറക്കാണ്ട് അത് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റു പരിപാടിയൊന്നുമില്ല കേട്ടോ. ഇതിലേക്ക് ഒന്ന് വറവ് ചെയ്ത് നെയ്യിൽ നമ്മുടെ കിസ്മിസും വണ്ടിപ്പരിപ്പൊക്കെ ഒന്ന് വറവാക്കി ഇട്ട് കൊടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ്ട് അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ
സാഗോ പയർ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാഗോ പയർ പായസമെന്നോ ചെറുപയർ ചൗവരി പായസമെന്നോ എന്ത് വേണമെങ്കിലും പറയാം കേട്ടോ. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും തയ്യാറാക്കി നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എങ്കിലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ആക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.